അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി നെയ്പ്പത്തിലിൻ്റെയും ബീഫ് കറിൻ്റെയും റെസിപ്പി നോക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ബോയിൽഡ് പൊന്നി റൈസാണിത്. നമ്മൾ ചോറ് വെക്കുന്ന അരി 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി വേണ്ടത് വൈറ്റ് റൈസാണ്. 1/4 കപ്പിൽ കുറച്ച് പച്ചരി. ഇനി ഇത് മൂടി വെക്കാം. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യാൻ വെക്കണം. ഇതാ അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ഞാൻ അരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ, പിന്നെ 2 ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇടാം. ഇനി ഇതൊന്ന് മിക്സാക്കി നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് കുറേ നേരം അരക്കാൻ നിൽക്കണ്ട, ചെറിയ തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിലേക്ക് നമുക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഏത് അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം. പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന ഏത് അരിപ്പൊടിയും എടുക്കാം. ഇതുപോലെ കുഴച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഇത് പരത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയിലും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, നെയ്പ്പത്തിൽ പരത്തുന്ന സമയത്ത് അധികം കട്ടി കുറച്ച് പരത്താൻ നിൽക്കരുത്. ചെറിയൊരു തടിയോടുകൂടി പരത്തിയാലേ ഇത് പൊന്തി വരുള്ളൂ. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നെയ്പ്പത്തിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊരു 4 ഉള്ളി സ്ലൈസ് ചെയ്തതാണ്, അതിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടേണ്ടത്. അതിനായിട്ട് ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി, അത്ര തന്നെ ഇഞ്ചിയും, പിന്നെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൗഡേഴ്സ് ഇട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി ഇതിലേക്ക് ബീഫ് ഇടാം. ഇതിപ്പോൾ 1/2 കിലോ ബീഫുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഈ ടൈമിൽ ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം.
ഇനി കുക്കർ മൂടി വെക്കാം. ഞാനൊരു 8 വിസിലിനാണ് ബീഫ് വേവിച്ചത്. ഇനി കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് മല്ലിയില കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ബീഫ് കറി റെഡിയായി. നിങ്ങൾ ഈ നെയ്പ്പത്തിലും ബീഫ് കറിയും കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. ഇൻഷാ അല്ലാ. ബൈ.